ആദരവായ പ്രവാചകന്റെ വാഹനത്തിന്റെ പുറകിലിരിക്കുമ്പോൾ, വാഹനം ഒട്ടകമാകാം, കുതിരയാകാം, അന്നത്തെ വാഹനം മൃഗങ്ങളാണല്ലോ. അള്ളാഹുവിന്റെ റസൂലിന്റെ തൊട്ടുപിറകിലായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ ഇരിക്കുകയാണ്. ആ സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയോട് ഹബീബായ പ്രവാചകന് പറഞ്ഞ വാക്കെന്തെന്നറിയോ? യാ ഗുലാമിന്റെ പൊന്നുമോനെ, ഏ കൊച്ചുമോനെ, ഏ കുഞ്ഞുമോനെ, ഇദസ്തഅനത ഫസ്തഇന ബില്ലാഹ്. നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ സൃഷ്ടികളോടല്ല ചോദിക്കേണ്ടത്. നിനക്ക് എന്തെങ്കിലും ഭൗതികമായ ആവശ്യമുണ്ടെങ്കിൽ, നിനക്ക് ഭക്ഷണമാകട്ടെ, വെള്ളമാകട്ടെ, നിനക്ക് ധരിക്കാനുള്ള വസ്ത്രമാകട്ടെ, അത് ചോദിക്കേണ്ടത് ഫസ്തഈനു ബില്ലാഹ്, അല്ലാഹുവിനോടാണ് ചോദിക്കേണ്ടത്. ചോദിക്കേണ്ടത് പടച്ചവനോടാ. ഇതേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, സഹോദരങ്ങളെ, എങ്ങനെയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, ഇതേ ഇബ്നു അബ്ബാസ് തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ ഒരു അവസരത്തിൽ പറഞ്ഞു അത്രേ, ഇസ്തഗ്നൂ അനിന്നാസ്, ജനങ്ങളുടെ കയ്യിലുള്ളതൊന്നും നിങ്ങൾക്ക് വേണ്ട എന്ന ഒരു ധന്യമായ മനസ്സ് നിങ്ങൾക്ക് വരട്ടെ. വലൗ ബിശൗസി സിവാ, പല്ല് തേക്കുന്ന അറാക്ക് മരമുണ്ടല്ലോ, അറാക്കിന്റെ കമ്പുണ്ടല്ലോ, ആ അറാക്കിന്റെ കമ്പ് അത് വായിലേക്ക് വെച്ചിട്ട് പല്ലിലേക്ക് വെച്ചിട്ട് നിങ്ങൾ തേക്കുമ്പോൾ, ദന്തശുദ്ധീകരണം വരുത്തുമ്പോ, പല്ല് തേക്കുന്ന സമയത്ത് നിങ്ങളുടെ പല്ലിലേക്ക് ആ അറാക്കിന്റെ ചെറിയ കമ്പ് അത് പല്ലിലേക്ക് വരയ്ക്കുമ്പോൾ വായിലേക്ക് പൊടിഞ്ഞു വീഴുന്ന ചെറിയ പൊടിയുണ്ടല്ലോ, ആ പൊടി തിന്നിട്ട് വിശപ്പടക്കിയാൽ പോലും നിങ്ങൾ ജനങ്ങളോടൊന്നും ആവശ്യപ്പെടല്ലേ, ജനങ്ങളോടൊന്നും നിങ്ങൾ ചോദിക്കല്ലേ. നിങ്ങൾക്ക് വിശന്നിട്ട് നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ ഒരാളുടെ മുമ്പിൽ നിങ്ങൾ കൈനീട്ടാൻ പാടില്ല, ഒരാളുടെ കയ്യിലുള്ളതും നിങ്ങൾ ചോദിക്കാൻ പാടില്ല, ഒരാളോടും നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ പറയാൻ പാടില്ല. നിങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണമില്ലാത്തതിന്റെ പേരില് കയ്യിലിരിക്കുന്ന അറാക്ക് മരത്തിന്റെ ചെറിയ കമ്പ് നിങ്ങൾ പല്ല് തേക്കുമ്പോൾ, ആ പല്ല് തേക്കുന്ന സമയത്ത് അത് പൊടിഞ്ഞിട്ട് നിങ്ങളുടെ ചുണ്ടിലും വായിലും പുലരുന്ന ആ പൊടി പടലങ്ങൾ വിഴുങ്ങിയിട്ട് നിങ്ങളെ വിശപ്പടക്കിയാ പോലും നിങ്ങൾ ഒരാളോട് ചോദിക്കല്ലേ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എന്താ കാര്യമെന്നറിയോ? അല്ലാഹു നമ്മളെ പട്ടിണി കിടത്തിയിട്ട് കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ക്രൂരതയല്ല, പിന്നെയോ ആളുകളോട് ചോദിക്കുമ്പോ ജനങ്ങൾക്ക് ദേഷ്യമാണ് ഉണ്ടാവുക. അല്ലാഹുവിനോട് ചോദിക്കാതിരിക്കുമ്പോഴാണ് ദേഷ്യമുണ്ടാവുക. സഹോദരങ്ങളെ, പടച്ചവനായ ഖാലിഖും സൃഷ്ടികളായ പടപ്പുകളായ മഖ്ലൂഖും തമ്മിലുള്ള വ്യത്യാസം അജഗജാന്തരമാണല്ലോ. ഒരാൾ നമ്മുടെ വീട്ടിന്റെ മുമ്പിൽ വന്നിട്ട് ചോദിക്കുകയാണ്, വല്ലതും ചോദിക്കുകയാ, ഒരു 10 രൂപ ലീസന്റ് മുക്കുകാരെടുത്ത് കയ്യിൽ കൊടുത്തു. പിറ്റേ ദിവസം അയാൾ വന്നു, പോട്ടെ പിറ്റേ ആഴ്ച വന്നു, അല്ലെങ്കിൽ പോകട്ടെ പിറ്റേ മാസത്തിൽ വന്നു. അയാൾ വീട്ടുമുറ്റത്ത് വന്ന് കൈ നീട്ടുമ്പോൾ 10 എന്നുള്ളത് നമ്മൾ 5 ആക്കുമല്ലോ. എന്നിട്ട് 3-ാമത്തെ മാസം നമ്മുടെ വീട്ടുമുറ്റത്ത് വരുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് എന്താണ്? വേറെ പണിയൊന്നുമില്ലേ നിനക്ക്? എല്ലാ മാസവും നീ എന്തിനാ ഇറങ്ങി നടക്കുന്നത്? ഇനി 4-മതൊരു വട്ടം കൂടി വന്നാൽ കതക് കൊട്ടിയടച്ചിട്ട് നമ്മൾ അയാളെ തല്ലൂലേ? അയാളെ സഭ്യതയില്ലാത്ത വർത്തമാനം പറഞ്ഞ് നാണം കെടുത്തൂലേ? എന്നാൽ ഖാലിഖായ പടച്ചവൻ അങ്ങനെയല്ല. ഒരിക്കൽ ചോദിച്ചാൽ അല്ലാഹുവിന് സ്നേഹമുണ്ടാവുകയാ, 2-മത് ചോദിക്കുമ്പോൾ അല്ലാഹുവിന് സ്നേഹത്തിന്റെ പാരമ്യത കൂടുകയാ, 3-മതും 4-മത് ചോദിക്കുമ്പോൾ സ്നേഹം അല്ലാഹുവിന് ഇരട്ടിക്കുകയാ, വീണ്ടും വീണ്ടും ചോദിക്കും തോറും അല്ലാഹുവിന്റെ സ്നേഹം ശതഗുണീഭവിക്കുകയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പടച്ചവന്റെ സ്നേഹം അങ്ങനെയാ. ചോദിച്ചാ ജനങ്ങൾക്ക് വെറുപ്പാണ്, ചോദിക്കാതിരുന്നാൽ അല്ലാഹുക്ക് വെറുപ്പാ. ലാ തസ്അലന്ന ബുനയ്യ ഹാദ മഹാജതാ വസലില്ലദീ അബ്വാബുഹു ലാ തുഹ്ജബൂ. അല്ലാഹു യഗ്ളബു ഇൻ തറക്ത സുആലഹു വബുനയ്യ ആദമ ഹീന യുസ്അലു യഗ്ളബൂ.
എത്ര വ്യക്തമായിട്ടാണ് ഒരു മഹാ നമ്മെ പഠിപ്പിക്കുന്നത്. ലാ തസ്അലന്ന ബുനയ്യ ആദമ ഹാജത. ഒരിക്കലും പൊന്നുമക്കളെ അല്ലാഹുവിനോടല്ലാതെ ഒരാളോടും ആദമിന്റെ സന്തതികളോടും മനുഷ്യരോട് നിങ്ങൾ ഒരു സാധനവും നിങ്ങൾ ചോദിക്കാൻ പാടില്ല. എന്നിട്ടോ വസലില്ലദീ അബ്വാബുഹു ലാ തുഹ്ജബൂ. ഒരിക്കലും അടയ്ക്കപ്പെടാത്ത വാതിലിന്റെ ഉടമസ്ഥനായ അല്ലാഹുവിന്റെ വാതിൽ കൊട്ടിയടയ്ക്കപ്പെടൂല. ദൈവത്തിന്റെ വാതിൽ കൊട്ടിയടയ്ക്കപ്പെടൂല. ഡീസന്റെ മുക്കിൽ ചോദിച്ചു വരുന്ന സഹായം തേടി വരുന്നവരുടെ വീടുകളാണ് കൊട്ടിയടയ്ക്കപ്പെടുക. അല്ലാഹുവിന്റെ വാതിൽ എപ്പോഴും മലക്ക് തുറക്കപ്പെട്ടിരിക്കുകയാ. അതുകൊണ്ട് വസലില്ലദീ അബ്വാബുഹു ലാ തുഹ്ജബൂ. അടയ്ക്കപ്പെടാത്ത വാതിലിന്റെ ഉടമസ്ഥനായ അല്ലാഹ്, ഖാലിഖായ അല്ലാഹ്, കല്ലിടുക്കിലെ പുൽക്കൊടിക്ക് പോലെ കുടിനീര് കൊടുക്കുന്ന അല്ലാഹ്, ആ പടച്ചവനോടാ നിങ്ങൾ ചോദിക്കേണ്ടത്. അല്ലാഹു യഗ്ളബു ഇൻ തറക്ത സുആലഹു വബുനയ്യ ആദമ ഹീന യുസ്അലു യഗ്ളബു. അല്ലാഹുവിനോട് ചോദിക്കാതിരുന്നാലാണ് അവന് ദേഷ്യം വരിക. എന്നാ ജനങ്ങളോട് ചോദിക്കുമ്പോഴാണ് ദേഷ്യം വരിക. അതുകൊണ്ട് ഏതാവശ്യങ്ങളുണ്ടെങ്കിലും ചോദിക്കാൻ നമുക്കുള്ള ഒരു നാഥനുണ്ട്. ആ പടച്ചവനോടല്ലാതെ നമ്മൾ ആവശ്യപ്പെടണ്ട. ഇസ്തഗ്നൂ അനിന്നാ. ജനങ്ങളിൽ നിന്ന് നിങ്ങൾ സമ്പന്നനായി മാറുക, ജനങ്ങളിൽ നിന്ന് നിങ്ങൾ ധന്യനായി മാറുക. എന്നാൽ ഇസ്ഹദ് ഫീമാ ഇൻദന്നാസി യുഹിബ്ബുകന്നാസ്. ജനങ്ങളുടെ ഇടയിൽ നമുക്ക് മതിപ്പുണ്ടാകണമെങ്കിൽ നമ്മൾ ഒരാളോടും ഒന്നും ആവശ്യപ്പെടാൻ പാടില്ല. അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും അത് സുപരിചിതമാണ് അല്ലേ? നമ്മൾ എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടി ഒരാളെ ഒന്ന് നമ്മൾ ഫോൺ ചെയ്ത് നോക്ക്, അയാള് ചാടിയെടുക്കും, ആ ഫോൺ പെട്ടെന്ന് എടുക്കും. നമ്മൾ എന്തെങ്കിലും ഒരു കടം ചോദിച്ചു നോക്ക്, ഒരു 5000 രൂപ തരണം എന്ന് ചോദിച്ചു നോക്ക്, രണ്ടാമത് മുതൽ ആ കോള് പിന്നെ എടുക്കൂല. ആ കോള് പിന്നെ എടുക്കില്ല. കാരണം എന്താണ്? അവർക്ക് വെറുപ്പാണ്. അള്ളാഹു നമ്മൾ ചോദിച്ചാൽ അള്ളാഹു താല ചിലപ്പോ തരില്ല. എന്തുകൊണ്ടെന്നറിയോ? ഇല്ലാത്തത് കൊണ്ടോ കൊടുക്കാനുള്ള മനസ്സില്ലാത്ത ക്രൂരനായത് കൊണ്ടല്ല, വീണ്ടും ചോദിക്കാൻ അവന് ഇഷ്ടമാണ്. നമ്മൾ ചോദിക്കുന്നത് അവന് ഇഷ്ടമാണ്. ചോദിക്കാതിരിക്കുന്നതിലാണ് അവന് ദേഷ്യം. ജനങ്ങൾക്ക് ചോദിക്കുന്നതിലാണ് ദേഷ്യം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്റെ പ്രിയപ്പെട്ടവരെ ആവശ്യങ്ങൾ നമ്മുടെ റാസിഖായ അള്ളാഹുവിനോട് ചോദിക്കണം. ജനങ്ങളെടുത്ത് ചോദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഇതിനൊരു പരിഹാരം വേണ്ടേ? പരിഹാരം ഇൻഷാ അല്ലാഹ് ഞാൻ പ്രസംഗിക്കുന്നതിന്റെ അവസാനം പറയും. പണ്ടുള്ള ആളുകളൊക്കെ പറയും, അല്ലേ സൈനി ഉസ്താദെ, ഒരു ചായയുടെ പൈസ എപ്പോഴും ഇട്ടേക്കണം, ഒരു ചായയുടെ പൈസ എപ്പോഴും ഇട്ടേക്കണം. അത് പള്ളിയിലെ ഇമാമിയങ്ങള് വളരെ കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം നമ്മളൊക്കെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോ ചായക്കടക്കാര്, അതുപോലെ തന്നെ ജ്യൂസ് കട നടത്തുന്ന ആളുകള്, അവരൊക്കെ ഇങ്ങനെ വിളിക്കും, ഉസ്താദെ ഒരു ചായ കുടിച്ചിട്ട് പോയി, ഒരു ജ്യൂസ് കുടിച്ചിട്ട് പോയി എന്ന് പറയും. അവരടുത്ത് നമ്മൾ പറയാൻ വേണ്ട, സന്തോഷം, അൽഹംദുലില്ലാഹ്, അല്ലാഹ് ബറക്കത്ത് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ ദിവസവും അവർ വിളിക്കും. ഇനി നിങ്ങളൊരു ദിവസം കയറി ചായ കുടിച്ചു നോക്ക് എന്നും വിളിക്കുമല്ലോ, എന്നാ പിന്നെ ഒരു ദിവസം കുടിച്ചേക്കാം എന്നും പറഞ്ഞ് കയറിയിട്ട് ചായ കുടിച്ചു നോക്ക്, പിറ്റന്നൊരു വിളിക്കൂല. അതാണ് ചില ആളുകളൊക്കെ മുൻഗാമികൾ പറയാറുണ്ട്, ഒരു ചായയുടെ കാശ് എപ്പോഴും ഇട്ടേക്കണം, ഒരു പൈസയുടെ പൈസ, ഒരു ചായയുടെ പൈസ എപ്പോഴും ഇട്ടേക്കണം. അതങ്ങനെയാണ്. നമ്മൾ ഒരാളിൽ നിന്നും ഒന്നും ആഗ്രഹിക്കണ്ട, നമുക്ക് തരാൻ റാസിഖായ പടച്ചതമ്പുരാനുണ്ട്. ഒരു ദിവസം മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നു. എന്നിട്ട് കുറെ ഉപദേശം അങ്ങോട്ട് കൊടുക്കാൻ. ആ ഉപദേശം എല്ലാം വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. ഏറ്റവും ഒടുവിൽ പറഞ്ഞൊരു കാര്യം, അത് മാത്രമാണ് നമുക്ക് ഇന്ന് വിശദീകരിക്കേണ്ടത്. എങ്കിലും ഞാൻ അതൊന്ന് പറഞ്ഞു പോവാൻ. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് നബി തങ്ങളോട് പറയും, നബിതങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല. കാരണം അള്ളാഹുവിന്റെ സന്ദേശം പ്രവാചകനെ കൈമാറുകയാ. ആ സന്ദേശം ലോകത്താകമാനം വിളമ്പി കൊടുക്കാൻ, അത് പകർന്നു കൊടുക്കാൻ, അത് നുകർന്നു കൊടുക്കാൻ അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ സന്ദേശം അറിയിക്കുകയാ. അവിടുന്ന് പറയുകയാണ്, ജിബ്രീൽ അലൈഹിസ്സലാം നബിതങ്ങളോട് പറയുകയാണ്, എങ്ങനെ വേണോ
ജീവിച്ചോ, പക്ഷെ മരിക്കേണ്ടി വരും. എങ്ങനെ വേണോ ജീവിച്ചോ, മരിക്കേണ്ടി വരും. ഏത് കോലത്തിൽ വേണമെങ്കിലും ജീവിക്കാം, പക്ഷേ നിങ്ങളും മരിക്കേണ്ടവരാണ്. രണ്ടാമത് പറഞ്ഞു വഅമലുമാ ശിഅത ഫഇന്നക മുജ്സാബിഹി. നല്ലത് വേണമെങ്കിൽ ചെയ്തോ, തിന്മ വേണമെങ്കിൽ ചെയ്തോ, ആരും നിന്നോട് ചോദിക്കാനില്ല. നിനക്ക് സുഹൃതം ചെയ്യണോ, നിനക്ക് ദുഷ്കർമ്മം ചെയ്യണോ, എന്ത് വേണോ ചെയ്യാ, പക്ഷേ ഫഇന്നക മുജ്സാബിഹി. നാളെ പരലോകത്ത് പ്രതിഫലം നൽകപ്പെടും, ശിക്ഷ നൽകപ്പെടും. അത് ഏതെന്ന് നോക്കിയിട്ടാ അല്ലാഹു ചെയ്യുന്നത്. മൂന്നാമത് കൊടുത്ത ഉപദേശം ഏതാണ്? വാഹിബിബ് മൻ ശിഅത ഫഇന്നക മുഫാരിഖുഹു. ആരെ വേണമെങ്കിലും നിനക്ക് പ്രണയിക്കാം, ആരെ വേണമെങ്കിലും നിനക്ക് ഇഷ്ടപ്പെടാം, ആരെ വേണമെങ്കിലും നിന്റെ മസ്തിഷ്കത്തിൽ നിനക്ക് സൂക്ഷിക്കാം, പക്ഷേ ഫഇന്നക മുഫാരിഖുഹു, അവനെ വിട്ടുപിരിയേണ്ടി വരും. അമ്പും വില്ലും എത്ര സുദൃഢമാണെങ്കിലും അമ്പിന് ലക്ഷ്യത്തിലെത്തണമെങ്കിൽ വില്ലിനോട് വിട പറഞ്ഞേ മതിയാവോ. എത്ര വലിയ സ്നേഹിതന്മാരാണെങ്കിലും ഒരു ദിവസം വിട്ടുപിരിയണം. ആരെ വേണോ ഇഷ്ടപ്പെട്ടോ, വിശദീകരിക്കേണ്ട വിഷയമാണ്. നാലാമത് പറയുകയാണ് വഅലം അന്ന ശറഫൽ മുഅ്മിനി ഖിയാമുൽ ലൈലി. ഒരു സത്യവിശ്വാസിയുടെ അന്തസ്, ഒരു സത്യവിശ്വാസിയുടെ മാന്യത എന്ന് പറയുന്നത് അവനെ ധരിക്കുന്ന ടിപ് ടോപ്പായ സ്റ്റിഫാൻ ഷൈനായ വസ്ത്രത്തിലല്ല, പളപളാ മിന്നുന്ന അവന്റെ വെണ്മയുള്ള വസ്ത്രത്തിലല്ല, അവന്റെ ശീരീകരിച്ച വാഹനത്തിലല്ല, അവന്റെ ബഹുനില കെട്ടിടത്തിലല്ല. ഒരു മനുഷ്യന്റെ ശറഫ്, അവന്റെ മാന്യത ഏതെന്നറിയോ? ഖിയാമുൽ ലൈലി. എല്ലാരും കിടന്നുറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് പാതിരാ നമസ്കാരം നിർവഹിക്കലാണ്. അഞ്ചാമത് പറഞ്ഞ കാര്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിഷയം. അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ഇമാം തുബ്റാനി റിപ്പോർട്ട് ചെയ്ത ഹദീസാ, വഇസ്സത്തുൽ മുഅ്മിനി. ഒരു സത്യവിശ്വാസിയുടെ അന്തസ്, ഒരു സത്യവിശ്വാസിയുടെ ആഭിജാത്യം, അവന്റെ പ്രൗഢി, അവന്റെ ഏറ്റവും നല്ല അഭിമാനം ഏതെന്നറിയോ? ഇസ്തിഗ്നാഉഹു അനിന്നാ. ജനങ്ങളിൽ നിന്ന് സമ്പന്നനാകലാണ്. ജനങ്ങളുടെ ഒന്നും എനിക്ക് വേണ്ടെന്ന് പറയല. സഹോദരങ്ങളെ, എപ്പോഴും നീട്ടുന്ന കൈ വാങ്ങുന്ന കൈ താഴെയാണ്, കൊടുക്കുന്ന കൈ മുകളിലാണ്. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ കൈ ഏതാകണം? നമ്മൾ എപ്പോഴും താഴെയാകണോ, മുകളിലാകണോ? വാങ്ങുന്ന കൈ എപ്പോഴും താഴെയാണ്, കൊടുക്കുന്ന കൈ എപ്പോഴും മുകളിലാണ്. യദുൽ ഉലിയാ ഖൈറും മിൻ യദിസ് സുഫ്ലാ. അല്ലാഹ് പറഞ്ഞു, യദുൽ ഉലിയാ ഖൈറും മിൻ യദിസ് സുഫ്ലാ. താഴത്തെ കൈയേക്കാൾ ഖൈർ മുകളിലത്തെ കൈയാണ്. താഴത്തെ കൈയേക്കാൾ ഖൈർ മുകളിലത്തെ കൈയാണ്. ആരും കൊടുക്കുന്നവര് ഇങ്ങനെ കൊടുക്കൂല, അല്ലേ? വാങ്ങുന്നവൻ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നവൻ ഇങ്ങനെ ചെയ്യില്ല. ചോദിക്കുന്ന ഒരുത്തനും ഇങ്ങനെ ചോദിക്കൂല, കൊടുക്കുന്നവൻ ഇങ്ങനെ കൊടുക്കാൻ. പിന്നെ എങ്ങനെ സംഭവിക്കുക? എപ്പോഴും ചോദിക്കുന്നവൻ ഇങ്ങനെ, കൊടുക്കുന്നവൻ ഇങ്ങനെ. യദുൽ ഉലിയ, മുകളിലത്തെ കൈ, ഖൈറും മിൻ യദിസ് സുഫ്ല, താഴത്തെ കൈയേക്കാൾ ഖൈറാണ്. നമ്മൾ എപ്പോഴും മുകളിലാകാൻ ശ്രമിക്കണം, അങ്ങോട്ട് കൊടുക്കാൻ ശ്രമിക്കണം, ഇങ്ങോട്ട് വാങ്ങുന്നവനാകരുത്. നമ്മൾ ജനങ്ങളുടെ കയ്യിരിക്കുന്ന ഒന്നും നമുക്ക് വേണ്ട, എനിക്ക് തരാൻ എന്റെ പടച്ചവനുണ്ട്. ആ ഒരു ചിന്ത എപ്പോഴാണോ നമ്മുടെ മനസ്സിലുണ്ടാവുക, യുഹിബ്ബുക്കന്നാസ്, ഡീസന്റ് മുക്കിലെ ഒരാൾ പോലും നിന്നെ സ്നേഹിക്കാതിരിക്കൂല. ഡീസന്റ് മുക്കിലെ ഒരാൾ പോലും നിന്നെ ഇഷ്ടപ്പെടാതിരിക്കില്ല. എപ്പോഴാണോ ആരാന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന കാശ്, ആരാന്റെ കീശയിലെ കാശ്, ആരാന്റെ സ്ഥാപനത്തിന്റെ ഏറ്റവും നല്ല വിലപിടിപ്പുള്ള വസ്തുക്കൾ, അപ്പുറത്തെ വീട്ടുകാരന്റെ വിലപിടിപ്പുള്ള സാധനം നിനക്ക് വേണമെന്ന മോഹം എപ്പോഴുണ്ടാവോ, അവന്റെ മുമ്പിൽ നീ വട്ടപൂജ്യമാകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എപ്പോഴും കൊടുക്കുന്ന കൈയായിട്ട് മാറണം, എപ്പോഴും അങ്ങോട്ട് കൊടുക്കണം. ഈ ബന്ധം ഡീസന്റ് മുക്കിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ബഹുസ്വര നാടാണ്. ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, മുസ്ലിം ഉണ്ട്, പലരും ഉണ്ട്, അല്ലേ? കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, അല്ലേ? ലീഗ് ഉണ്ട്, എല്ലാ പാർട്ടിയും എല്ലാം ഉണ്ട്. സംഘടന AP ഉണ്ടാവും, EK ഉണ്ടാവും, ഇല്ലേ? സൈനിക ഇല്ലേ? EK സമസ്തയുണ്ട്, AP സമസ്തയുണ്ട്, ദക്ഷിണയുണ്ട്, എല്ലാമുള്ള ഒരു നാടാണ്. ആള് കുറവാണെങ്കിൽ പോലും, ഈ നാടിന്റെ ജനങ്ങള് കുറവാണെങ്കിൽ പോലും ഉള്ളവരൊക്കെ വ്യത്യസ്തമായ പാർട്ടിയും സംഘടനയും അതുപോലെ തന്നെ മതവും ഒക്കെ കൃത്യമായി ഫോളോ ചെയ്യുന്ന ആളുകളല്ലേ. ഈ നാട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വസ്ഥമാകണമെങ്കിൽ ഈ നാട്ടിലെ എല്ലാ മുസ്ലിങ്ങളും കേട്ടോളി, എല്ലാ ഹിന്ദുക്കളും കേട്ടോളി, എല്ലാ ക്രിസ്ത്യാനികളും കേട്ടോളി, എല്ലാ സംഘടനക്കാരും കേട്ടോളി, എല്ലാ രാഷ്ട്രീയക്കാരും കേട്ടോളി.
കേട്ടോളി, 4 കാര്യമുണ്ടെങ്കിൽ ഡീസന്റ് മുക്കിൽ നമ്മൾ രക്ഷപ്പെടും. 4 കാര്യങ്ങൾ വേണം. ഈ നാട് രക്ഷപ്പെടണമെങ്കിൽ 4 കാര്യങ്ങൾ വേണം. ഏതാണെന്നറിയോ? അക്കമിട്ട് എണ്ണി മനസ്സിന്റെ കോണിൽ കോറിയിട്ടോ. ലിസലാമതി ദുനിയ ഹിസാലുൻ അർബഊ ഗഫറുൽ ലിജഹലിൽ ഖൗമി മനഉക തജ്ഹലാ വതകൂന മിൻ സയ്യിബിൽ ഉനാസി ആയിസാ വലിസയ്യിബി നഫ്സിക ലിൽ ഉനാസി ബാദിലാ. ഈ നാട് നന്നാകണോ പ്രിയപ്പെട്ടവരെ? തട്ടമിട്ട ഉമ്മയുടെ മോനും പൊട്ടുതൊട്ട അമ്മയുടെ മകനും കുരിശുമാലയണിഞ്ഞ മാതാവിന്റെ മകനും എല്ലാ രാഷ്ട്രീയ വൈവിധ്യ വൈജാത്യ സംഘടനാ പ്രവർത്തകരുമെല്ലാം ചിന്തിക്കേണ്ട കാര്യമാണ്. 4 കാര്യങ്ങളാണ് ഒരു നാടിന്റെ ഐശ്വര്യം, ഒരു നാടിന്റെ വിജയം. ലിസലാമത്തി ദുനിയാ ഹിസാലുൻ അർബഊ. ഈ കണ്ണനല്ലൂർ ഡീസന്റ് മുക്കിന്റെ സുരക്ഷിതത്വം എന്ന് പറയുന്നത്, ഈ നാടിന്റെ സന്തോഷമെന്ന് പറയുന്നത് 4 കാര്യങ്ങളിലാണ്. അതിൽ ഒന്നാമത്തേത് ഗഫറുൽ ലിജഹലിൽ ഖൗമി മനഉക തജ്ഹലാ. ഒന്ന് ഗഫറുൽ ലിജഹലിൽ ഖൗമി, ഏതെങ്കിലും വിവരം കെട്ടവൻ എന്തെങ്കിലും ചെയ്താൽ പുറത്തു കൊടുത്തേക്കണം. വിവരം കെട്ട ഏവനെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഓട്ടെ, അവന് വിവരമില്ല. ചില ആളുകൾ പറയും വായിട്ട് വള്ളി വരപൂജയില്ല. എന്താ വായിട്ട് വള്ളി വരപൂജ്യം? എന്താ അർത്ഥം? വാ ഇട്ടിട്ട് വള്ളി, അപ്പൊ വി ആയില്ലേ? വരപൂജ്യം എന്ന് പറഞ്ഞ വിവരം. അതൊരു കോഡ് ഭാഷയാണ്. സയഖൂലു സുഫഹാ, സയഖൂലു സുഫഹാ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പൊ ദർസിലൊക്കെ പഠിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ വിവരക്കേട് വിളിച്ചു പറയുമ്പോൾ ഉസ്താദന്മാര് പറയും സയഖൂലുവിന്റെ ഫായില്, അല്ലേ ഉസ്താദെ? അപ്പൊ അത് പഠിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം. സയഖൂലുവിന്റെ ഫായിലാടാ നീ എന്ന് പറയും. എന്ന് പറഞ്ഞ അർത്ഥം എന്താ? വിഡ്ഢിയാന്നാ പറയുന്ന അർത്ഥം. അപ്പൊ മനസ്സിലാകാൻ വേണ്ടിയിട്ട് മനസ്സിലാകാനും പാടില്ല, എന്നാൽ മനസ്സിലാക്കുകയും വേണം. അതുകൊണ്ടാ പറഞ്ഞ വായിട്ട് വള്ളി വരപൂജയില്ല എന്ന് പറഞ്ഞാൽ വിവരമില്ല. ഏതെങ്കിലും വിവര കെട്ടവന്മാർ എന്തെങ്കിലും ചെയ്താൽ നമ്മളങ്ങ് പുറത്തു കൊടുത്തേക്കണം. അതാണ് ഒരു നാടിന്റെ ഏറ്റവും നല്ല സുരക്ഷിതത്വം, ഒരു നാടിന്റെ ഏറ്റവും നല്ല മനോഹരമായ നിലനിൽപ്പിന് ആധാരം അതാണ്. അങ്ങോട്ടങ്ങോട്ട് മാപ്പ് കൊടുത്തേക്കണം. എന്തെല്ലാം വിവരക്കേട് ഏതെല്ലാം നാടുകളിൽ നടക്കുന്നു, ആരെല്ലാം വിട്ടുകൊടുക്കുന്നു, ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവൂലേ? ഒരു കൈ ഇങ്ങനെ അടിച്ചെന്ന് ശബ്ദം ഉണ്ടാവൂല. അടുത്ത കൈ കൊണ്ട് തടുക്കുമ്പോഴോ അടുത്ത കൈ കൊണ്ട് അങ്ങോട്ട് തിരിച്ചടിക്കുമ്പോഴാണ് ശബ്ദം ഉണ്ടാവുക. ഒരു കൈയിട്ട് എപ്പറ ആര് കറക്കിയാലും ശബ്ദം ഉണ്ടാവൂല. അതുകൊണ്ട് ഏതെങ്കിലും വിവരം കെട്ടവൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ പോട്ടെ, അവന് വിവരം ഇല്ലാത്തത് കൊണ്ടല്ലേ, ആ ഒരു നിലപാടെടുക്കുക. രണ്ടാമത്തേതോ രണ്ടാമത്തേത് മനഉക തജ്ഹല, നിന്റെ വിവരക്കേട് അങ്ങോട്ട് കാണിക്കാൻ പോകരുത്. ഒന്ന്, വിവരം കെട്ടവൻ ചെയ്യുമ്പോ നീ മാപ്പ് കൊടുക്കണം. 2, നിന്റെ വിവരക്കേട് പാസ് ചെയ്യരുത്. ഒരു നാടിന്റെ നന്മയ്ക്ക് വേണ്ടതാണ്. ഇനി മൂന്നാമത്തേതെന്നറിയോ? വതകൂന മിൻ സയ്യിബിൽ ഉനാസി ആയിസാ വലിസയ്യിബി നഫ്സിക ലിൽ ഉനാസി ബാദിലാ. മൂന്നാമത്തേത് വതകൂന മിൻ സയ്യിബിൽ ഉനാസി ആയിസാ, ജനങ്ങളുടെ കയ്യിരിക്കുന്നതിൽ നീ ഒരിക്കലും ആവശ്യക്കാരനാകരുത്. ജനങ്ങളുടെ കയ്യിരിക്കുന്ന ഒന്നും നിനക്ക് വേണ്ട. യൂസുഫ് അലി വലിയ സമ്പന്നനായത് നീ ഇപ്പുറത്ത് നിന്റെ വീട്ടിലിരുന്ന് അസൂയയോടെ നോക്കുന്നത് എന്തിനാടാ? രവിപ്പിള്ള കോടീശ്വരനായത് ഇപ്പുറത്തിരുന്ന് നീ എന്തിനാണ് നോക്കുന്നത്? അദാനി കള്ളനാണെങ്കിലും അവൻ സമ്പന്നനായതിന്റെ പേരില് ഇപ്പുറത്തിരുന്ന് നീ എന്തിനാണ് കൊതിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കേണ്ട വിഷയമാണ്. ഇവിടത്തെ മഹാന്മാരായ അള്ളാഹുവിന്റെ സൂഫിയാക്കളായ ഔലിയാക്കൾ, ഖജാതങ്ങളെ പോലുള്ളവര് ഒരാളും ആരുടെയും പോക്കറ്റിരിക്കുന്നത് കൊതിക്കുന്നവരല്ല. ഇത് മൂന്നാണെങ്കിൽ നാലാമത്തേത് കേട്ടോ, നിന്റെ പോക്കറ്റ് ഇരിക്കുന്നത് അങ്ങോട്ട് കൊടുക്കണം. അതാണ് പറഞ്ഞത്, താഴ്ന്ന കയ്യേക്കാൾ ഉയർന്ന കൈയാണ് ശ്രേഷ്ഠമായത്. നമുക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് വേണോ? എത്ര സംഭവങ്ങളാ, എത്ര സംഭവങ്ങളാ.
സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു കേട്ടിട്ടുണ്ടോ? സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു ഒരു അവസരത്തിൽ പറയാൻ, സുബ്ഹാനല്ലാഹ്, ഈ കഥകൾ ചരിത്രങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ രോമാഞ്ചത്തോട് കൂടിയിട്ടല്ലാതെ പറയാൻ കഴിയില്ല. ഹൃദയത്തിന്റെ ആ സ്പന്ദനം തൊട്ടറിഞ്ഞ് വികാരത്തോട് കൂടിയിട്ടല്ലാതെ നമുക്ക് പറയാൻ കഴിയില്ല. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനെ സഹാബാക്കളുടെ ഇടയിൽ അറിയപ്പെടുന്നത് മുസ്തജാബുദ് ദഅവ എന്നാണ്. ദുആക്ക് ഇജാബത്തുള്ള ആളെന്നാണ്. അതിന് വേറെ കാരണമുണ്ട്. അത് പറഞ്ഞാൽ നമ്മുടെ വിഷയത്തിലേക്ക് വരാൻ അല്പം വൈകും. ജീവിതത്തിൽ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കൈ വലിക്കും മുമ്പ് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ആ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന് കാഴ്ചയില്ല. സഹാബാക്കൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് അള്ളാഹുവിനോട് ചോദിക്കാത്തത്? ഒരു നിമിഷം അങ്ങോട്ട് ചോദിച്ചാൽ മതിയല്ലോ. അള്ളാഹുവേ, ദൈവമേ, പടച്ചവനെ, ഈശ്വര, ഞങ്ങൾക്ക് നീ കാഴ്ചതാ, എനിക്ക് കാഴ്ചതാ എന്ന് ചോദിച്ചാൽ മതിയല്ലോ. എന്താ നിങ്ങൾ ചോദിക്കാത്തത്? അദ്ദേഹം പറയാണ്, എന്റെ ഇഷ്ടം കാഴ്ച ഉണ്ടാവലാണ്, എന്നാൽ എന്റെ റബ്ബിന്റെ ഇഷ്ടം കാഴ്ച ഇല്ലാതിരിക്കലാണ്. അതുകൊണ്ടാണല്ലോ അവൻ തിരിച്ചെടുത്തത്. അപ്പൊ ഞാൻ എന്റെ ഇഷ്ടത്തെക്കാൾ എന്റെ റബ്ബിന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കണ്ടേ? അവന് സൗകര്യം ഉണ്ടെങ്കിൽ തരട്ടെ, അല്ലെങ്കിൽ എനിക്ക് വേണ്ട. ആ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, സർവശക്തനായ അല്ലാഹുവിൽ നിന്ന് പോലും അങ്ങോട്ടൊന്നും ചോദിച്ചു വാങ്ങാത്ത സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ഭൗതികമായി ഒന്നും തനിക്ക് വേണ്ട എന്ന മൈൻഡുള്ള മനസ്സുള്ള സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു ഒരു അവസരത്തിൽ പറയുകയാണ്, ലവദിത്തു അന്ന ബൈനി വ ബൈനൻ നാസി ബാബൻ മിൻ ഹദീദ്. എന്റെ ആഗ്രഹം ജനങ്ങളുടെയും എന്റെയും ഇടയിൽ ഒരു ഇരുമ്പിനാലുള്ള ഒരു വലിയ വാതിലുണ്ടാകുന്നതിനെയാ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇരുമ്പിന്റെ ഒരു ഡോറിന്റെയും ഇടയിൽ. അതൊരു സാങ്കേതിക പദമാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരാളോടും ഒന്നും ചോദിക്കേണ്ടി വരരുത്, എനിക്ക് ജനങ്ങളോട് ഒന്നും ചോദിക്കേണ്ടി വരരുത്. ആ ഒരു അവസ്ഥയിൽ ജനങ്ങളുടെയും എന്റെയും ഇടയിൽ ഒരു വലിയ പടുകൂറ്റൻ ഇരുമ്പിനാലുള്ള ഉരുക്കിനാലുള്ള ഒരു കോട്ട നിർമ്മിക്കപ്പെട്ട് ഒരു തിരശീല വെച്ച് ഒരു മതിൽ കെട്ടി അടച്ച് ജനങ്ങളും ഞാനും തമ്മിൽ ഒരു ബന്ധവും ചോദിക്കേണ്ട ഒരു അവസ്ഥ വരാത്ത നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ അദ്ദേഹം പറയാൻ കാരണം എന്തെന്നറിയോ? അദ്ദേഹം തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം ഇമാം മുസ്ലിം റഹിമഹുല്ല തന്റെ സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൻസാരികളായ കുറെ സഹാബാക്കൾ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് എന്തെങ്കിലും തരണമെന്ന് ആവശ്യപ്പെട്ടു. പാവങ്ങളായിരുന്നു, ഒന്നുമില്ല. നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, നബി എന്തെങ്കിലും തരണം. ആരോടായി ചോദിക്കുന്നത്? ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ പാടുപെടുന്ന സാഹചര്യങ്ങൾ പ്രവാചകന്റെ ഭവനത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ, പ്രവാചകരുടെ വീട്ടിൽ അടുപ്പിന് തീ പുകയാത്ത 3 മാസക്കാലം ചന്ദ്രന്റെ പിറ, ആ ചന്ദ്രന്റെ ഉദയം, ആ പിറ ദൃശ്യമാകുന്ന ഒന്നാമതും രണ്ടാമതും മൂന്നാമതും പിറ ദൃശ്യമാകുമ്പോൾ 90 ദിവസക്കാലം 3 മാസക്കാലം അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിൽ പച്ച വെള്ളവും ഈത്തപ്പഴവും അല്ലാതെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് രേഖപ്പെടുത്തപ്പെടുന്ന രീതിയിൽ ഏറ്റവും വലിയ ദാരിദ്ര്യത്തിന്റെ പ്രതീകമായിരുന്ന ഹബീബായ പ്രവാചകന്റെ മുമ്പിൽ അൻസാരികളായ സഹാബാക്കൾ വന്നിട്ട് കൈനീട്ടി എന്തെങ്കിലും തരണമെന്ന്. കാരണം സ്വതക്കയുടെ ഹദിയ കിട്ടുന്ന ഏതാനും ചില വസ്തുക്കൾ റസൂലുള്ളാഹിന്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. അത് അല്ലാഹുവിന്റെ റസൂൽ അൻസാരികൾക്ക് കൊടുത്തു. വീണ്ടും വന്നു അവർ ചോദിക്കാൻ, അവർക്ക് വീണ്ടും കൊടുത്തു. മൂന്നാമതും വന്ന് ചോദിക്കാൻ, അവർക്ക് മൂന്നാമതും കൊടുത്തു. റസൂലുള്ളാഹിന്റെ കൈവശം തീർന്നു. നാലാമത് വന്നപ്പോൾ കൊടുക്കാൻ റസൂലുള്ളാഹിന്റെ കയ്യിൽ ഒന്നുമില്ല. ആ സമയത്ത് ഹബീബായ പ്രവാചകനെ പറഞ്ഞ വാക്കെന്തെന്നറിയോ? മയ്യസ്തഗ്നി യുഗ്നിഹില്ലാ. ആരാണോ മനസ്സിനെ സമ്പന്നമാക്കുന്നത്, ഒരാളോട് ചോദിക്കില്ല എന്ന തീരുമാനം ആരാണോ എടുക്കുന്നത്, യുഗ്നിഹില്ലാ, അല്ലാഹു അവനെ കോടീശ്വരനാക്കുന്നതാ. എന്ന് പറഞ്ഞാൽ ബാങ്ക് ബാലൻസ് വരുമെന്നല്ല, ഏറ്റവും വലിയ സമ്പന്നത എന്ന് പറയുന്നത് ഹിനൻ നഫ്സാണ്, മനസ്സിന്റെ സമ്പന്നതയാ. അതിന് ഏതാനും ചില ഉദാഹരണങ്ങൾ പറയാം. ഒരിക്കൽ
മഹാനായ ദിന്നൂനുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹു, അല്ല, മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു ഒരു ഹജ്ജിന്റെ നാളില് പരിശുദ്ധമായ ഹറമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, ഏറ്റവും വലിയ സമ്പന്നത എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ സമ്പന്നതയാണ്. ഏറ്റവും വലിയ സമ്പന്നത. അല്ലാതെ ഈ ഡീസലിന്റെ മുക്കിൽ ഏറ്റവും വലിയ സമ്പന്നനാരെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഈ നാട്ടിലെ കേറി കിടക്കാടമില്ലാത്ത നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ സാമ്പത്തികമില്ലാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനായിരിക്കും ഏറ്റവും വലിയ സമ്പന്നൻ. കാരണം എന്താ? അവന് വേണ്ട. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു ഹജ്ജിന്റെ നാളിൽ എല്ലാ ആളുകളെയും വിളിച്ചു നിർത്തിയിട്ട് ഉപദേശം കൊടുക്കാൻ പരിശുദ്ധമായ ഹറമിൽ. ആ സമയത്താണ് ഈ നിൽക്കുന്ന പാവപ്പെട്ട ആളുകളുടെ കോലം കണ്ടപ്പോ ഒരു ധർമ്മിഷ്ഠൻ, ഒരു സമ്പന്നൻ വന്നിട്ട് ഒരു 500 ദിർഹം, അദ്ദേഹത്തിന്റെ 500 ദീനാർ ജുനൈദുൽ ബഗ്ദാദി തങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ നിൽക്കുന്ന എല്ലാവർക്കും വീതിച്ചു കൊടുക്കാൻ പറഞ്ഞു. കാരണം നിൽക്കുന്നവരുടെ വേഷഭൂഷാദികൾ കണ്ടപ്പോ മനസ്സിലായി ഇവരൊക്കെ പാവങ്ങളാണ്. അങ്ങനെയാണല്ലോ സാധാരണഗതിയിൽ നമ്മൾ വിലയിരുത്തുക. മദ്രസ പഠിക്കാൻ പോകുന്ന കുട്ടികളാരാണ്? ഒന്നും ഇല്ലാത്ത വീട്ടിൽ നിന്നുള്ളവരാ പഠിക്കാൻ പോകുന്നത്. ആ ഒരു ധാരണയാണ് സകല ആളുകൾക്കുള്ളത്. പഠിക്കാൻ പോകുന്ന മുത്താലിമീങ്ങളെ കണ്ടാ ചിന്തിക്കും, ഒന്നുകിൽ അവന് കുരുത്തക്കേട് കാണിച്ചു കൊണ്ടാക്കിയത്, ഇല്ലെങ്കിൽ അവന്റെ വീട്ടിൽ കഴിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് കൊണ്ടാക്കിയത്. ഈ ഒരു ധാരണ പണ്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്, അത് എപ്പോഴും ഉണ്ടാവും. അത് തിരുത്തപ്പെടാൻ ഒരിക്കലും ന്യായമില്ല. കാരണം ആരുടെയും മനസ്സിൽ നിന്നത് പോകില്ല. അങ്ങനെയാണ് നമ്മുടെയൊക്കെ ചില ധാരണകൾ. അള്ളാഹു നമ്മുടെ ധാരണകളെ ശരിയായ ധാരണയാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ 500 ദീനാർ എടുത്തിട്ട് ഇങ്ങനെ കയ്യിലേക്ക് കൊടുക്കുക. ചിന്തിക്കണം. എന്നിട്ട് പറഞ്ഞു, ഈ നിൽക്കുന്നവർക്കൊക്കെ ഒന്ന് വീതിച്ചു കൊടുക്കാൻ പറഞ്ഞു. നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ? ഓരോ ദീനാറോ ചിലരും കൊടുത്തിട്ട് ബാക്കി പോക്കറ്റ് വയ്ക്കും. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹുവിന്റെ മറുപടി എന്താണെന്നറിയോ? ആ സമ്പന്നനോട് ചോദിച്ചു, സഹോദരാ, ഈ 500 ദീനാർ ഞാൻ വാങ്ങിയില്ലെങ്കിൽ നിങ്ങളത് എന്താ ചെയ്യുക? നിങ്ങൾക്കതിൽ ആഗ്രഹമുണ്ടോ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ സമ്പത്ത് പെരുപ്പിക്കണമെന്ന് നിങ്ങൾക്ക് കൊതിയുണ്ടോ? നിങ്ങളുടെ സമ്പത്ത് ഇതിനേക്കാൾ വർദ്ധിക്കണമെന്ന് നിങ്ങൾക്ക് മോഹമുണ്ടോ, ആവശ്യമുണ്ടോ? ആ സമ്പന്നന്റെ മറുപടി എന്തെന്നറിയോ? എന്റെ കയ്യിരിക്കുന്ന സമ്പത്ത് എപ്പോഴും പെരുകാനാ ഞാൻ കൊതിക്കുന്നത്. ഈ സമ്പത്ത് പെരുപ്പിക്കാനാ ഞാൻ കൊതിക്കുന്നത്. അതുകൊണ്ട് ആഗ്രഹമുണ്ട്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു ആ സമയത്ത് എന്താ പറഞ്ഞതെന്നറിയോ? ഇദ്ഹബ് ഖുദ്ഹാ ഇന്നക അഹ്വജു മിന്നാ. എന്നാ ഈ 500 ദീനാർ നിങ്ങൾക്ക് തരാ, ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല. കാരണം ഈ പൈസ നിങ്ങൾക്ക് കിട്ടിയാൽ ആ പണം കൊണ്ട് നിങ്ങളുടെ ഉള്ള സമ്പത്ത് വലുതാക്കാൻ നിങ്ങൾക്ക് മോഹമുണ്ട്, നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾ അതിലേക്ക് ആവശ്യക്കാരനാണ്. പക്ഷെ ഞങ്ങൾക്ക് ഈ 500 ദീനാർ വേണമെന്നില്ല. അപ്പൊ ഞങ്ങൾ ഗനിയും നിങ്ങൾ ഫക്കീറുമാണ്. അതുകൊണ്ട് പൈസ നിങ്ങൾ തന്നെ വെച്ചോ.